Naushad. Welcome back to my channel Fain Maths Class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസിലെ എക്സസൈസ് 2.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? മൾട്ടിപ്ലൈ ആൻഡ് റെഡ്യൂസ് ടു ലോവസ്റ്റ് ഫോം ആൻഡ് കൺവേർട്ട് ഇൻ ടു മിക്സഡ് ഫ്രാക്ഷൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യണം, അതേപോലെ തന്നെ ചെറുതാക്കണം അല്ലെ, ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റണം, പിന്നെ അതിനെ എന്തിലോട്ടും കൺവേർട്ട് ചെയ്യണം, മിക്സഡ് ഫ്രാക്ഷനിലോട്ടും കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് നമുക്ക് 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ എന്റെ ചാനൽ കാണുന്നവർ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? 7 × 3/5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്യേണ്ടുള്ളത്? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 2 × 1/6. ഓക്കെ, നമുക്ക് എങ്ങനെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാവോ? ഇങ്ങനെയും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, അതേപോലെ ഇങ്ങനെയും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഇങ്ങനെ തമ്മിൽ കട്ട് ചെയ്യരുത്. ഓക്കെ, നേരെ നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അതായത് ഇപ്പൊ 2ന്റെ ടേബിൾസിൽ 6 ഉണ്ടല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ അത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം? 2 1s are 2. ഇവിടെ എങ്ങനെയാണ്? 2 3s are 6. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 1/3. അതായത് എത്രയാണ്? 1/3. അതായത് 1 1s are 1/3. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 7 × 3/5. നോക്കിക്കേ, ഇങ്ങനെ തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം 7ന്റെ ടേബിൾസിൽ 5 ഇല്ല, 5ന്റെ ടേബിൾസിൽ 7ഉം ഇല്ല. അതേപോലെ ഇങ്ങനെയും കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 7 × 3/5. എന്ത് കിട്ടി നമുക്ക് ആൻസർ? 21/5. ഇനി ഇതിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റണം. എന്തുകൊണ്ടാണ് മിക്സഡിലോട്ട് മാറ്റാൻ കാരണം? ഡിനോമിനേറ്ററിനെ കാട്ടിയും ന്യൂമറേറ്റർ ബിഗസ്റ്റ് ആയതുകൊണ്ട്. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെ എഴുതാം? നമുക്ക് 5നെ നമുക്ക് 21നെ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ. 5 4s are 21. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടുള്ളത്? ഫസ്റ്റ് 1 കോഷ്യന്റ് എടുത്ത് ഇവിടെ എഴുതുക, ദെൻ റിമൈൻഡർ എടുത്ത് മുകളിൽ എഴുതുക, ഡിവിസർ എടുത്ത് താഴെ എഴുതുക, 5. ഓക്കെ, ഇനി നമ്മൾ ഇത് കറക്റ്റ് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്? കോഷ്യന്റ് ഇൻറ്റു റിമൈൻഡർ പ്ലസ് ഡിവൈസർ, അതായത് 5 × 4 + 1. എന്ത് കിട്ടും നമുക്ക്? 5 4s are 20 + 1 21. അപ്പൊ നമുക്ക് എന്താ കിട്ടി? 21/5 എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ. അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് അല്ലേ? 21/5 അല്ലേ നമ്മുടെ ആൻസർ. അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്ന് പറയാം? ആൻസർ ഈസ് ഈക്വൽ ടു 4 and 1/5. നമ്മൾ എടുത്ത് എഴുതിയത് തിരിഞ്ഞു പോയോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അത് മറന്നു പോകരുത്, കാരണം ചില കൂട്ടുകാര് ചിലപ്പോൾ റിമൈൻഡർ എടുത്ത് മാറ്റിയും തിരിച്ചും ഒക്കെ എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 4 × 1/3. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിലും ഇങ്ങനെ തമ്മിൽ കട്ട് ചെയ്യാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് അങ്ങ് ചെയ്യാം അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? 4 × 1/3. എത്ര കിട്ടും നമുക്ക്? 4 1s are 4, 4/3 അല്ലേ. ഇനി നമ്മൾ ഇതിനെ എന്തിലോട്ട് മാറ്റണം? മിക്സഡിലോട്ട് ആക്കണം. അപ്പൊ 3 4, 3 1s are 3 1. എന്താണ് നമുക്ക് കിട്ടിയത്? 1 and 1/3 അല്ലേ. നമ്മുടെ ആൻസർ എന്താണ് അന്നേരം? ആൻസർ ഈസ് ഈക്വൽ ടു 1 and 1/3. നമ്മൾ ചെയ്ത കറക്റ്റ് അല്ലേ? 3 1s are 3 + 1 4. അപ്പൊ 4/3 കിട്ടിയില്ലേ ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? 2 × 6/7. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? 2ന്റെ ടേബിളിൽ 7 ഉണ്ടോ? ഇല്ല. 6ന്റെ ടേബിളിൽ 7 ഉണ്ടോ? ഇല്ല. നേരെ നമുക്ക് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഒരിക്കലും നേരെ തമ്മിൽ ചെയ്ത് വെക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ചെയ്യാം. അപ്പം 2 × 6/7. ഓക്കെ,
കട്ട് ചെയ്യലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മൾട്ടിപ്ലൈ ചെയ്യുന്നത് നേരെ ചെയ്യാം. ഓക്കെ, 2 into 6 എന്താണ് 12. 12/7 എന്ത് ചെയ്യാം നമുക്ക് ഇനി മിക്സഡിലോട്ടാക്കണം അല്ലേ. 7 ones are 7. 12ന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 5 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് വരും ആൻസർ 1 and 5/7. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് 1 and 5/7. ആൻസർ ഈക്വൽ ടു എന്നും പറഞ്ഞ് എടുത്ത് എഴുതണം കേട്ടോ. ആൻസർ ഇസ് ഈക്വൽ ടു 1 and 5/7. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ് 5 into 2/9. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇങ്ങനെയും തമ്മിൽ കട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയും തമ്മിൽ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ എഴുതാം 5 into 2/9 is equal to 5 2s are എത്രയാണ് 10/9. ഇതിനെ നമ്മൾ ഇനി എന്തിലോട്ട് മാറ്റണം മിക്സഡിലോട്ട് ആക്കണം. അപ്പൊ നമുക്ക് എന്താ കിട്ടും 9 ones are 9 1. എന്താണ് നമുക്ക് ആൻസർ കിട്ടിയത് 1 and 1/9. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ ഈസ് ഈക്വൽ ടു 1 and 1/9. എക്സാമിന് ചെയ്യുമ്പോൾ ഇതുപോലെ എടുത്ത് എഴുതാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ് 2/3 into 4. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം 2 into 4/3 is equal to 4 2s are എത്രയാണ് 8/3. നമുക്ക് എന്ത് ചെയ്യാം മിക്സഡിലോട്ട് മാറ്റാം അല്ലേ. 3 2s are 6 7 8. അപ്പൊ എന്ത് കിട്ടി നമുക്ക് 2 റിമൈൻഡർ ആയിട്ട് കിട്ടി. നമുക്ക് എങ്ങനെ എഴുതാം കോഷ്യന്റ് എടുത്ത് 2 ഇവിടെ എഴുതി, റിമൈൻഡർ മുകളിൽ, ഡിവൈസർ താഴെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി 2 and 2/3. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആൻസർ ഈസ് ഈക്വൽ ടു 2 and 2/3. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 6th one 5/2 into 6. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി എടുത്തൊന്ന് എഴുതാം കേട്ടോ. 5/2 into 6. നോക്കിക്കേ, അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞത് ഇങ്ങനെ കുറുക്കിയും കട്ട് ചെയ്യാൻ പറ്റും, അതേപോലെ ഇങ്ങനെയും കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ, നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. 2ന്റെ ടേബിളിൽ 6 ഉണ്ടല്ലോ. അപ്പൊ നമുക്കത് കട്ട് ചെയ്യാമല്ലോ. നമുക്ക് എങ്ങനെ എഴുതാം 2 ones are 2. അതേപോലെ 2 3s are 6. ഓക്കെ, 2ന്റെ ടേബിളിൽ നമുക്ക് 6 ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതി 2 3s are 6. അപ്പൊ നമുക്ക് ബാലൻസ് എന്തൊക്കെയുണ്ട് ഇവിടെ 5 into 3. എന്താ കിട്ടി നമുക്ക് ആൻസർ 15. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് ആൻസർ ഈസ് ഈക്വൽ ടു 15. ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ തമ്മിലും കട്ട് ചെയ്യാം, ഇങ്ങനെ തമ്മിലും കട്ട് ചെയ്യാം. അതേപോലെ ഞാൻ ഒന്നും കൂടെ എഴുതി കാണിക്കാം. ഇപ്പോൾ ഇങ്ങനെ വന്നെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് എങ്ങനെയും കട്ട് ചെയ്യാം, ഇങ്ങനെയും കട്ട് ചെയ്യാം അല്ലേ. ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. ഓക്കെ, ഇങ്ങനെയും നമുക്ക് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ കുറുകയും കട്ട് ചെയ്യാം, നേരെയും നമുക്ക് കട്ട് ചെയ്യാം. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ തമ്മിൽ കട്ട് ചെയ്യരുത്, ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 7th one 11 into 4/7. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. 11 into 4/7. 11 4s are എത്രയാണ് 44. 44/7 നമുക്ക് ചെയ്യാം. മിക്സഡിലോട്ട് ആക്കണം അല്ലേ. 44 7 6 are അല്ലേ. 7 6 are 42. എന്തായിട്ട് നമുക്ക് റിമൈൻഡർ 2. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും ഇതെടുത്ത് കോഷ്യന്റ് ഇവിടെ, റിമൈൻഡർ മുകളിൽ, ഡിവൈസർ താഴെ. അപ്പൊ നമുക്ക് ആൻസർ എന്താണ് കിട്ടിയത് 6 and 2/7. ഓക്കെ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 20 into 4/5. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ഒന്നും കൂടി എടുത്ത് ഇങ്ങോട്ടൊന്ന് എഴുതാം. നോക്കിക്കേ, നമുക്ക് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തൂടെ. 5ന്റെ ടേബിൾസിൽ 20 ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4ന്റെ ടേബിൾസിൽ 5 ഇല്ല, 5ന്റെ ടേബിൾസിൽ 4ഉം ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എഴുതാം. അപ്പൊ എങ്ങനെ കട്ട് ചെയ്യാം 5ന്റെ ടേബിൾസിൽ 20 ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം 5 4s are 20. അപ്പൊ നമുക്ക് ഇവിടെ 4 4s are എത്ര കിട്ടി നമുക്ക് ആൻസർ 16. കണ്ടോ, ലോവസ്റ്റ് ഫോമിലോട്ട് ആക്കിയത് എങ്ങനെയാന്ന് മനസ്സിലായോ? കട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്യുക, അതിനുശേഷം ബാലൻസ് ഉള്ള നമ്പേഴ്സ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കി, ഇവിടെ ബാലൻസ് എന്തൊക്കെയായിരുന്നു 4ഉം 4ഉം. അപ്പൊ 4 into 4. 4 into 4 എന്ന് പറയുന്നത് എന്താണ് 16. അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം ആൻസർ ഈസ് ഈക്വൽ ടു 16. അടുത്ത ക്വസ്റ്റ്യൻ 9th one എന്താണ് 13 into 1/3. ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുമോ? 3യുടെ ടേബിൾസിൽ 13 ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ചെയ്യാം. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക.
13 into 1/3 എന്ത് കിട്ടി നമുക്ക് 13/3. ഇനി എന്ത് ചെയ്യണം, അതിനെ മിക്സഡിലോട്ട് ആക്കണം അല്ലേ. 13 അപ്പൊ നമുക്ക് 4 3s are 12 അല്ലേ. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, റിമൈൻഡർ 1 കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാം, കോഷ്യന്റ് ഇവിടെ എഴുതി, റിമൈൻഡർ മുകളിൽ എഴുതി, ഡിവൈസർ താഴെ എഴുതി. അപ്പൊ ആൻസർ ഈസ് ഈക്വൽ ടു 4 and 1/3. 15 into 3/5 നമുക്ക് അതൊന്നും കൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഓക്കെ, 15 into 3/5. നോക്കിക്കേ, നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. എന്തുകൊണ്ടാണ്, 5ന്റെ ടേബിൾസിൽ 15 ഉണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ വരുന്നത് കട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 5 3s are 15 അല്ലേ. ബാലൻസ് എന്തൊക്കെയുണ്ട് ഇവിടെ, 3 into 3. 3 3s are എത്രയാണ്, 9. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, ആൻസർ ഈസ് ഈക്വൽ ടു 9. അപ്പൊ ക്ലിയർ ആയോ, കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.